സ്റ്റാർ മത്സരം നടക്കുന്ന വട്ടിയൂർക്കാവിലെ NDA സ്ഥാനാർത്ഥി ആർ ശ്രീലേഖയാണ് എനിക്കൊപ്പമുള്ളത്. എത്രത്തോളമാണ് വിജയപ്രതീക്ഷ? എങ്ങനെ പോകുന്നു പര്യടന പ്രവർത്തനം? 100% വിജയപ്രതീക്ഷയുണ്ട്. നല്ല രീതിയിൽ പര്യടനം പോകുന്നുണ്ട്. വളരെ ഊഷ്മളമായ സ്വീകരണമാണ് പോകുന്നിടത്തെല്ലാം കിട്ടുന്നത്. LDFിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥികളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അവരെ ഞാൻ ചെറുതായി കാണുന്നില്ല. രണ്ടുപേരും ശക്തരാണ്. ഇവിടെ 2 വട്ടമായിട്ട് MLA ആയിട്ടിരുന്ന ആൾക്കാരുമാണ്. അതുകൊണ്ട് ഒരു ശക്തരായിട്ടുള്ള എതിരാളികൾ ഉള്ളത് ഒരു വിധത്തിൽ നോക്കിയാൽ എൻ്റെ ഈ പ്രചാരണത്തിന് കുറച്ചും കൂടെ കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് വരുന്നുണ്ട്. കുറച്ചുകൂടി കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 140 മണ്ഡലങ്ങളിലും മത്സരങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു സ്റ്റാർ മത്സരമായി ഒരു ത്രികോണ പോരാട്ടമായി നടക്കുന്നത് വട്ടിയൂർക്കാവിലാണ്. നാം ഏവരും ഉറ്റുനോക്കുന്ന ഇവിടുത്തെ പര്യടനമാണെങ്കിലും ഇവിടുത്തെ പ്രചരണമാണെങ്കിലും അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളും, ഇപ്പോൾ വിജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയായിരിക്കും. എന്തൊക്കെയാണ് ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ? വട്ടിയൂർക്കാവിൽ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മുടെ പൊതുവേ ഉള്ള കേരള ഭരണത്തിനെതിരെയുള്ള ഒരു വികാരം അലയടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഭരണവിരുദ്ധത എന്ന് പറയുന്നത് ജനം പ്രകടിപ്പിക്കുന്നത് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ അഴിമതി നിറഞ്ഞ, വളരെ വലിയ കടക്കെണി, വിലക്കയറ്റം, അതുപോലെ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധികൾ ഒക്കെ അനുഭവിക്കുന്ന ഒരു ജനത്തിനെ കാണുന്നുണ്ട്. അപ്പോൾ അതിനുപരിയായിട്ട് അവർക്ക് നരേന്ദ്രമോദിജിയുടെ വികസിത സ്വപ്നങ്ങൾ ഇവർക്കിവിടെ കൊണ്ടുവരണം എന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലായിട്ട് ജനങ്ങൾ NDAയിലോട്ട് BJPയിലേക്ക് വരുന്നത്. അപ്പോൾ BJPക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു മാറ്റം ഇവിടെ കൊണ്ടുവരാനാവുക എന്നുള്ള ഒരു ബോധ്യം ഇപ്പോൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം അതിനുള്ള ഒരു സപ്പോർട്ടും ധനസഹായവും കേന്ദ്രത്തിൽ നിന്ന് വന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഊന്നൽ നൽകുന്നതും ജനങ്ങൾക്ക് ആവശ്യമുള്ളതും അതുതന്നെയാണ്. ഈ വികസിത വട്ടിയൂർക്കാവ് എന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ജനങ്ങൾ വോട്ട് ചെയ്യണം എന്നുള്ളതാണോ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ പ്രധാനമായും അവരോട് ആവശ്യപ്പെടുന്നത്? തീർച്ചയായിട്ടും വികസിത വട്ടിയൂർക്കാവ് എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കണം എന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി തന്നെ ഇവിടെ വരണം. കേരളത്തിലെ വികസിത കേരളം എന്നുള്ള സ്വപ്നം വേണമെന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെൻറ് കേരളത്തിൽ വരണം. ശാസ്തമംഗലത്ത് ജയിച്ച കൗൺസിലറായി വോട്ട് വിഹിതമടക്കം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അതൊക്കെ ഇതിന് മുതൽക്കൂട്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണോ നിലവിലുള്ളത്? ഉണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശാസ്തമംഗലത്ത് മാത്രമല്ല 45 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന LDF ഭരിച്ചുകൊണ്ടിരുന്ന കോർപ്പറേഷൻ BJP ചരിത്രത്തിൽ ആദ്യമായിട്ട് പിടിച്ചെടുത്തു. അതൊരു വലിയ ചരിത്ര മുഹൂർത്തമായിരുന്നു. അപ്പോൾ ആ ഒരു വിജയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മുതൽക്കൂട്ടായിട്ട് മാറും. തിരുവനന്തപുരത്ത് കേരളത്തിൽ തന്നെ അതൊരു വലിയൊരു സംഭവമായിട്ട് മാറും. പിന്നെ നമ്മുടെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ തൊട്ട് ഇങ്ങോട്ട് കാണുന്നുണ്ട് BJPയുടെ വോട്ട് വിഹിതം കൂടി വരുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം അത് വളരെ നന്നായിട്ട് വർദ്ധിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ശുഭപ്രതീക്ഷ. ശ്രീലേഖ IPSുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ വലിയ തോതിലുള്ള വിവാദങ്ങൾ കൂടിയുണ്ടല്ലോ. അപ്പോൾ വികസനത്തോടൊപ്പം വിവാദവും ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതിനെങ്ങനെയാണ് കാണുന്നത്? വിവാദം ചർച്ചയാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അതിശയകരമായിട്ടുള്ള വസ്തുത. ഞാൻ എവിടെ പോയാലും വിവാദത്തെക്കുറിച്ച് ആളുകളാരും ഒന്നും ചോദിക്കുന്നില്ല. ആകെ ചോദിക്കുന്നത് മാധ്യമങ്ങളാണ്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് തന്നെ ഒരുപാട് വിവാദങ്ങൾ ചുറ്റിപ്പറ്റിയുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായി വരുന്ന പല വിവാദങ്ങളിലുമൊക്കെ തന്നെയും ശ്രീലേഖയുടെ പേര് ഉയർന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മണ്ഡലമായി കൂടി വട്ടിയൂർക്കാവ് മാറി എന്നുള്ളൊരു തോന്നലുണ്ടോ? ഇല്ല. എന്താ വിവാദം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഇല്ല. ശാസ്തമംഗലത്തെ കുറേ വിവാദങ്ങൾ മനഃപൂർവ്വമായിട്ട് സൃഷ്ടിച്ചിരുന്നു. ശാസ്തമംഗലം വാർഡിൽ ഞാൻ അവിടെ നിൽക്കുന്നത് കൊണ്ടുള്ള പേടി കൊണ്ടായിരിക്കാം പലരും ഇങ്ങനെ വിവാദങ്ങൾ വെറുതെ കുത്തിപ്പൊക്കി സൃഷ്ടിച്ച് പുറത്തു വിട്ടിരുന്നു കഥകളായിട്ട്. പക്ഷേ ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് 3-4 ദിവസമായിട്ട് ഐ ആം സർപ്രൈസ്ഡ്. ഒരു വിവാദവും ഇല്ല. നേരത്തെ നമ്മളോടക്കം സംസാരിച്ച പല ബൈറ്റുകളിലും ഇനിയിപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. മേയർ സ്ഥാനം നഷ്ടപ്പെട്ടതിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു നിരാശ തോന്നിയിട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ നിരാശ എന്ന് പറയാൻ പറ്റില്ല. കാരണം മേയർ സ്ഥാനം എന്നതൊരു വാഗ്ദാനമായിരുന്നെങ്കിൽ പോലും ഞാനും കൂടെ ഉൾപ്പെട്ട ഒരു കമ്മിറ്റി, ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉപാധ്യക്ഷയും കൂടെയാണ്, ഞാനും കൂടെ ഉൾപ്പെട്ട ഒരു കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത്. ശ്രീ അഡ്വക്കേറ്റ് വി വി രാജേഷ് ആയിരിക്കും ഏറ്റവും മികച്ച മേയർ എന്ന്. അവസാന ഘട്ടത്തിൽ ഈ ചുണ്ടിനും കപ്പിനും ഇടയിൽ സ്ഥാനം നഷ്ടമായി എന്നുള്ളൊരു വികാരമൊക്കെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. ഇല്ല, ഒട്ടുമില്ല. അങ്ങനെ നിങ്ങളൊക്കെ പറയുന്നതാണ്, അല്ലാതെ എനിക്കങ്ങനെ ഇല്ല. ഒരു സ്ഥാനം എന്ന് പറഞ്ഞത്, നമുക്ക് മേയർ സ്ഥാനം എന്ന് പറഞ്ഞത് തീർച്ചയാണ് അത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഞാൻ നിന്നത് വെറുതെ കൗൺസിലർ ആവാൻ വേണ്ടിയിട്ടല്ലായിരുന്നു. മേയറും കൂടെ പ്രതീക്ഷിച്ച് തന്നെയാണ് നിന്നത്. തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് മുഴുവൻ അത് അറിയായിരുന്നു. പക്ഷേ അത് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ ആവാത്തതിലും രാജേഷ് ആയതിലും. കാരണം കഴിഞ്ഞ 3 മാസമായിട്ട് വി വി രാജേഷും ആശയും ബാക്കിയുള്ള കൗൺസിലേഴ്സും കൂടെ ചേർന്ന് നമ്മുടെ കോർപ്പറേഷനെ നയിക്കുന്ന രീതി കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ആ കൗൺസിൽ ഒരു അംഗമായിട്ടിരിക്കുന്നതിൽ ഭയങ്കര അധികം വളരെ സന്തോഷിക്കുന്ന, ആഹ്ലാദിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഹീസ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. അതെന്നെ കൊണ്ട് പറ്റുമായിരുന്നില്ല.
പോലീസ് ജീവിതം ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പര്യടന പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഒരു വലിയ മുതൽക്കൂട്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം പോലീസ് ജീവിതം എന്ന് പറയുന്നത് ജീവിതം മാത്രമായിരുന്നില്ല, ഒരു സേവനം കൂടിയായിരുന്നു. പൊതുജന സേവനമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ചെയ്തിട്ടുള്ള സേവനം, സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സേവനം, അത് എപ്പോഴും എൻ്റെ തുണയ്ക്കുണ്ടാവും. ഞാൻ ഏത് ഫീൽഡിൽ പോയാലും അതുണ്ടാവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഞാനത് അനുഭവിച്ചതാണ്. പലരും എന്നോട് പറഞ്ഞു, മാഡത്തിന് അത് ഓർമ്മയുണ്ടോ, ഇത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ച് അവർ ഇങ്ങനെ സഹായിച്ച് ഓർമ്മയുണ്ടോ, അങ്ങനെ സഹായിച്ച് ഓർമ്മയുണ്ടോ എന്നൊക്കെ. ഇപ്പോൾ ഇന്ന് രാവിലെ നടന്ന ഒരു സന്ദർശനത്തിലും ആൾ പറഞ്ഞു, ഞങ്ങൾക്ക് മാഡത്തിനെ മറക്കാൻ പറ്റൂല എന്നൊക്കെ. അപ്പോൾ അത് തീർച്ചയായിട്ടും വലിയ ഒരു അനുഗ്രഹമാണ് അത്. ആ സേവനം ചെയ്തത് ഈ എൻ്റെ പൊതു തെരഞ്ഞെടുപ്പിലും തീർച്ചയായിട്ടും അതെന്നെ എനിക്ക് കൂട്ടായിട്ടുണ്ടാവും. അവസാനമായി ഒരു ചോദ്യം കൂടി. മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് ഭാര്യ ബിന്ദു മേനോനൊരു പരാതി ആരോപണം ഉന്നയിച്ചിരുന്നു. പിന്നീടത് പിൻവലിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. കസിനാണ് അല്ലേ, ബന്ധുവാണ് എന്നുള്ള കാര്യം അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് മാഡം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായ സാഹചര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തെക്കുറിച്ച് എന്താണ് പ്രതികരണം? ഞാനിപ്പോൾ ഒന്നും പ്രതികരിക്കുന്നില്ല. ഇതിനെപ്പറ്റി ആവശ്യത്തിന് പ്രതികരിച്ചിട്ടുണ്ട്. ഇതൊന്നും തിരഞ്ഞെടുപ്പ് വിഷയമേ അല്ല, അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല. ബിന്ദു എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫാമിലി ഇഷ്യൂ വരുമ്പോൾ എന്നെ വിളിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണല്ലോ. നേരത്തെയും വിളിച്ചിട്ടുണ്ട്, ഇപ്പോഴും വിളിച്ചു. അതിനൊക്കെ വേണ്ട സമയത്ത് ഞാൻ പ്രതികരിച്ചു. ചില സമയത്ത് പ്രതികരിക്കാൻ ആവശ്യമില്ലാതിരുന്നത് കൊണ്ട് പ്രതികരിച്ചില്ല. അവർ തമ്മിൽ സെറ്റിലായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കൂടാതെ കെ ബി ഗണേഷ് കുമാർ എൻ്റെ എതിരാളിയല്ല വട്ടിയൂർക്കാവിൽ, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. ഇവിടുത്തെ എതിരാളികളെല്ലാം വലിയ ടീം സ്പിരിറ്റോട് കൂടിയാണ് കാണുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും ഞങ്ങൾ കാണുമ്പോൾ കൈ കൊടുത്ത സൗഹൃദം പങ്കുവെച്ച് ഞങ്ങളൊരു മരണ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഇറങ്ങുമ്പോഴായിരിക്കും മറ്റവർ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഓൾ ദ ബെസ്റ്റ് വിഷസ് ഒക്കെ പറഞ്ഞിട്ട്. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനമടക്കം പല കാര്യങ്ങളും മുന്നിലുണ്ട്. അപ്പോൾ അതൊക്കെ എത്രയും വേഗത്തിൽ ചെയ്തു തീർക്കുക എന്നുള്ളൊരു പ്രഥമ പരിഗണന അതിനുണ്ടോ? എത്രയും വേഗത്തിൽ എന്നുള്ളതല്ല, നമ്മുടെ ഏറ്റവും മികച്ച രീതിയിൽ കാര്യക്ഷമമായിട്ട് ജനങ്ങൾക്ക് അത് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ മാത്രമല്ല, വട്ടിയൂർക്കാവിലെ നിയമസഭാ മണ്ഡലത്തിലുള്ള സകലമാന വികസനവും ചെയ്യും. 1000 കോടി രൂപയുടെ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കി എന്നുള്ളതാണ്. ആയിക്കോട്ടെ, എമൗണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളൊരു ഫിഗർ പറഞ്ഞിട്ട് 1000 കോടി, ഇപ്പോൾ കേരള സർക്കാരും പറയുന്നുണ്ട് 15,000 കോടി, 20,000 കോടി, 50 ലക്ഷം കോടി എന്നൊക്കെ കേരള സർക്കാരും പറയുന്നുണ്ട്. എവിടെ അതൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ, ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു വന്ന് തറക്കല്ലിട്ടാലൊരു വികസനമാകുമോ? അപ്പോൾ എമൗണ്ട് ആർക്കും പറയാം. നമുക്കൊരു ഹോർഡിങ് വെച്ചിട്ട് ഇത്ര 2000 കോടി ഞാൻ ഇവിടെ കൊണ്ടുവന്നു എന്ന് പറയാം. എവിടെയാ 2000 കോടി കാണണ്ടേ? തീർച്ചയായും എല്ലാ വിജയാശംസകളും. താങ്ക് യു. വട്ടിയൂർക്കാവിൽ ഹൈ വോൾട്ടേജ് പ്രചരണവുമായി ബന്ധപ്പെട്ട് തന്നെ NDA സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വീടാന്തരം കയറി വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് BJP സ്ഥാനാർത്ഥി. വട്ടിയൂർക്കാവിൽ നിന്ന് PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജെയിൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.